ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത പള്ളി മലബാറിലെ മക്ക എന്നൊരു ഈ പള്ളിനെ അറിയപ്പെടാറുണ്ട്. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലും 41 ജുമുഅത്ത് പള്ളികളും 80-ലധികം ചെറുതും വലുതുമായ പള്ളികളുമുള്ള മലപ്പുറം പൊന്നാനിയിലെ പേരുകെട്ട വലിയ ജുമാ മസ്ജിദിലായിരുന്നു സുബഹി നിസ്കരിക്കാൻ വേണ്ടി നമ്മളെത്തിയത്. കുറെ അധികം പുരാതന ചരിത്രങ്ങൾ ഈ പള്ളിക്ക് പറയാനുണ്ട്. കുറെ അധികം വിശ്വാസങ്ങളും അന്തസ്സും നിലനിൽക്കുന്ന ഒരേ ഒരു പള്ളി. നല്ല തണ്ടും തടിയുള്ള ഉറപ്പുള്ള മരങ്ങൾ കൊണ്ടാണ് ഈ പള്ളി പകുതി മുക്കാലും നിർമ്മിച്ചിരിക്കുന്നത്. തുറന്നിട്ട ഹൗദിലെ വെള്ളത്തിൽ നിന്നും വുളു എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ഒരുപാട് അത്ഭുത കാഴ്ചകളിൽ നിന്നും ഒരു കാഴ്ചയാണ് ഒരു മനുഷ്യന്റെ 2 കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കാൻ കഴിയാത്ത ഈ തൂണുകൾ. അടുത്ത അത്ഭുതം കാണാനും വേണ്ടി പള്ളിയുടെ അവസാന നിലയിലേക്ക് കയറിപ്പോയി. അതും മരങ്ങൾ കൊണ്ടുള്ള സ്റ്റെപ്പായിരുന്നു മുഴുവനും. ഇതാണ് 2ാമത്തെ നില. അത് മുഴുവനും ദർസ് പഠിക്കുന്ന കുട്ടികളെ ഏറ്റെടുത്തു. അതും കഴിഞ്ഞ് 3ാമത്തെ നില കയറിപ്പോയപ്പോ കുറച്ച് ഹൈറ്റ് കൂടിയവരൊക്കെ താഴ്ന്നു നടക്കും വേണം. ചുറ്റിലും മരങ്ങൾ മാത്രമായതുകൊണ്ട് താഴെക്കണ്ടത്തിലും വെച്ച് പള്ളി ചെറുതായി തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ത്രികോണ രീതിയിലായിരുന്നു. ഇതാണ് മക്കളെ അവസാനത്തെ നില. എത്ര വലിയവനാണേലും ഇതിന്റെ ഉള്ളിൽ കൂടെ നൊയന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ. ചെറിയവനായ ഞാനപ്പിലും അങ്ങനെ നൊയന്റെ ഉള്ളിൽ കയറി. അത്ഭുതം എന്നൊക്കെ പറഞ്ഞ എമ്മാതിരി അത്ഭുതം. പടച്ചോന്റെ ഒരു കൈവിട്ട കളികളെ ഏറ്റവും മുകളിലെ നിലയായിട്ടും അതിന്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാണ്. പറഞ്ഞു വന്ന നമ്മൾ കയറിയ സമയം രാവിലെ 7-8 ആ ഒരു ടൈമിലാണ്. എന്നിട്ടടക്കം ഫ്ലാഷ് അടിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ മുഴുവനായിട്ടും കണ്ടത്. ഇതിന്റെ ഉള്ളിലായിട്ടാണ് ജിന്നുകളെ ക്ലാസ് എടുത്തെന്ന് അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട്. ഉള്ളിൽ കയറി ഞങ്ങളിൽ ഒരാൾ പോലും എണീച്ച് നിന്നിട്ടില്ല. അത്രയും കുറച്ച് സ്ഥലം മാത്രമേ അതിന്റെ ഉള്ളിലുള്ളൂ. ഞങ്ങളെല്ലാരും അത്ഭുതം വീണ്ടും വീണ്ടും നെട്ടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എവിടെയൊക്കെ പോയിട്ട് വരാൻ ആർക്കെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ പൊന്നാനിയിലേക്ക് വിട്ടോളി. പള്ളിയും പരിസരമൊക്കെ കണ്ട് പേരുകെട്ട മുട്ടപ്പത്തിനും ബീഫൊക്കെ അടിച്ച് നല്ല സമാധാന യാത്ര പോയിട്ട് വരാൻ പറ്റും. അപ്പൊ സലാം.